വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസിൽ വേടനെതിരെ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പരാതിക്കാരിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതുപ്രകാരം കൂടുതൽ തെളിവുകൾ പരാതിക്കാരി ഇന്ന് ഹാജരാക്കിയേക്കും. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, പറയൂ. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്ന കേസിലാണ് റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇതിൽ പരാതിക്കാരിയായ യുവതിയുടെ വാദം, വേടനെതിരെ എന്തെങ്കിലും കൂടുതൽ തെളിവുകളുണ്ടെങ്കിൽ അത് ഹാജരാക്കാനായി കോടതി പരാതിക്കാരിയോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഇന്ന് കൂടുതൽ തെളിവുകൾ ഇന്ന് പരാതിക്കാരി ഹാജരാക്കിയേക്കും. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പറഞ്ഞത്, സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. പരാതിക്കാരിക്ക് വേടനെതിരെ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹാജരാക്കിയാൽ മതി എന്നായിരുന്നു. അതനുസരിച്ചായിരിക്കും ഇന്ന് പരാതിക്കാരി കൂടുതൽ തെളിവുകൾ വേടനെതിരെ ഹാജരാക്കുക. എന്തായാലും വേടനെതിരെ മറ്റെന്തെങ്കിലും കേസുകൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിക്കാനും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. പരാതിക്കാരിയായ യുവ ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ കൂടുതൽ തെളിവുകൾ തനിക്ക് നൽകാനുണ്ട് എന്നുള്ള കാര്യം കോടതിയിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പരിഗണിക്കുന്ന ആ ഒരു ദിവസം തന്നെ 2 യുവതികൾ കൂടി വേടനെതിരെ പരാതികളുമായി രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനായിരുന്നു സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട 2 യുവതികൾ പരാതി നൽകിയത്. ഇവരും വിവാഹ വാഗ്ദാനം നൽകി വേടൻ വർഷങ്ങളായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യമാണ് പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. 2021 മുതൽ 2023 വരെ തുടർച്ചയായി ഈ 2 യുവതികളെയും പീഡിപ്പിച്ചു എന്നുള്ള ഒരു പരാതിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്നെത്തിയത്. എന്തായാലും ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുന്ന ആ ഒരു സമയത്ത് കൂടുതൽ തെളിവുകൾ പോലീസ് വേടനെതിരെ ഹാജരാക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ പരാതിക്കാരിയായ യുവതി കൂടുതൽ തെളിവുകൾ വേടനെതിരെ ഹാജരാക്കും. സമൂഹ മാധ്യമങ്ങളിൽ മാത്രം വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇന്നാണ് വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും കോടതി പരിഗണിക്കുന്നത്. വേടന്റെ അറസ്റ്റ് ഇന്ന് വരെയാണ് ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത്. കൃഷ്ണരാജ്.